അതേസമയം പി.വി. അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുകയാണ്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് CPM സംസ്ഥാന സെക്രട്ടറിക്കും അൻവർ നൽകിയത് പി ശശിയെ ലക്ഷ്യമിട്ടാണ്. മറ്റന്നാൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി ചർച്ച ചെയ്യും. പി ശശി ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള സംശയം കൂടി മുറുകുകയാണ്. ഗുരുതര ആരോപണമാണ് പി.വി. അൻവർ ഉയർത്തിയിരിക്കുന്നത്. അത് പി ശശിയെ ലക്ഷ്യമിട്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. എന്തായാലും മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, ഈ അൻവറിന്റെ നീക്കങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുകയാണല്ലോ. ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതി പാർട്ടി സെക്രട്ടറിക്ക് ഇന്ന് അൻവർ നേരിട്ട് കണ്ട് കൊടുക്കുമ്പോൾ അൻവറിന് പിന്നിൽ ദൈവം മാത്രമാണ് ഉള്ളതെന്ന് ഇന്നും അൻവർ മാധ്യമങ്ങളോട് ആവർത്തിച്ചെങ്കിലും പി ശശിക്കെതിരായ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അടക്കി ഭരിക്കുകയാണെന്ന പരാതി നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ട്. അത്തരക്കാർ അൻവറിന് പിന്നിലുമുണ്ട് എന്ന് സംശയിക്കണോ? അശ്വതി, അൻവർ ഇന്നലെ പറഞ്ഞത് അൻവറിന് പിന്നിൽ ദൈവം മാത്രമാണ് എന്നായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അൻവറിന് ഭയമുള്ളത് ദൈവത്തെയും പാർട്ടിയെയും മാത്രമാണ്. അങ്ങനെയുള്ള അൻവറിന്റെ നീക്കങ്ങൾ അൻവർ ഒറ്റയ്ക്കല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തർക്കെതിരെ ഒരു പടപ്പുറപ്പാടെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ഓരോ ദിവസവും. അതിന് കാരണം ഇന്നലെ ആഭ്യന്തര വകുപ്പിലെ പ്രധാനികൾക്കെതിരെയുള്ള പരാതി സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നൽകി. അതിൽ അത്ഭുതപ്പെടാനോ അതിശയിക്കാനോ അസ്വാഭാവികത കാണാനോ ഒന്നുമില്ല. പക്ഷേ അതേ പരാതി പാർട്ടി സെക്രട്ടറി കൂടി നൽകുമ്പോൾ അവിടെ ലക്ഷ്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPMന്റെ സംസ്ഥാന സമിതി അംഗം പി ശശിയാണെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ്. പി ശശിക്കെതിരെ കൃത്യമായ ഒരു പാർട്ടി അന്വേഷണം ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് അൻവറിന്റേതെന്ന് വ്യക്തം. അതിനു കാരണം ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഈ പരാതി പി.വി. അൻവർ നൽകുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ പാർട്ടിക്ക് മുമ്പാകെ ഒരു കൃത്യമായ നേരത്തെ മാധ്യമങ്ങളിലൂടെ വന്ന അല്ലെങ്കിൽ അൻവർ മാധ്യമങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ ഒരു രേഖാമൂലമുള്ള പരാതി പാർട്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. രേഖാമൂലമുള്ള പരാതി പാർട്ടിക്ക് മുമ്പാകെ എത്തുകയാണ്. മറ്റന്നാൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. എല്ലാ വെള്ളിയാഴ്ചയും ചേരുന്ന യോഗമാണ്. അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യം CPMന്റെ അതാണ് അരുൺ. അതിനൊപ്പം ഈ പാർട്ടി ദുർബലമെന്ന സമ്മേളന നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ രേഖയിൽ ഒരു വിലയിരുത്തലുണ്ടെന്ന് അറിയുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ്? പാർട്ടി സമ്മേളന നടത്തിപ്പിനായി CPM തയ്യാറാക്കിയ രേഖയിലാണ് അത്തരമൊരു പരാമർശമുള്ളത്, അത്തരമൊരു വിലയിരുത്തലുള്ളത്. പാർട്ടിയുടെ അടിസ്ഥാന ഘടകം ബ്രാഞ്ചുകളാണ്. ബ്രാഞ്ചുകൾ ശക്തമായാൽ മാത്രമേ പാർട്ടി മേൽത്തട്ടിലേക്കും ശക്തിപ്പെട്ടു വരൂ. ബ്രാഞ്ച് മുതൽ കൃത്യമായ കാര്യങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. എന്നാൽ അത് ഉണ്ടാകുന്നില്ല, അത്തരം സാഹചര്യമില്ല എന്നാണ് ഈ രേഖ വ്യക്തമാക്കുന്നത്. ഇങ്ങനെയാണ് പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന തലക്കെട്ടിൽ പറയുന്നു. ബ്രാഞ്ചുകളുടെ ദുർബലാവസ്ഥ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ധാരണകൾ വർദ്ധിപ്പിക്കാൻ നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണം. ശരാശരി നിലവാരത്തിൽ താഴെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഒട്ടേറെ പേർ ഉള്ളത്. അത് പാർട്ടി നേരത്തെ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ ധാരണയും നേതൃശേഷിയുമുള്ള സഖാക്കളെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെ കാര്യവും ഇത് പറയുന്നു. ഫുൾ ടൈമർമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി വരണം. സഹകരണ ബാങ്കുകളിലെ അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ, അഭിഭാഷകർ തുടങ്ങിയവരാണ് പലയിടത്തും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പല ചുമതല നിർവഹിക്കുന്നവർ. അങ്ങനെ പോരാ, അവിടെയും കൃത്യമായി ഈ ചുമതല കൃത്യമായി ഏറ്റെടുത്ത് നടത്താൻ കഴിയുന്നവരെ മാത്രമേ ആ പദവികളിലേക്ക് പരിഗണിക്കാവൂ. ഏരിയ സെക്രട്ടറിമാർ മുഴുവൻ സമയ പ്രവർത്തകരാകണമെന്ന് നേരത്തെ CPM നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് പലയിടത്തും നടപ്പാകുന്നുമുണ്ട്. എന്നാൽ ഇപ്പോഴും ചിലയിടത്തെങ്കിലും സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നവർ ഈ ഏരിയ സെക്രട്ടറിമാർ തന്നെ സഹകരണ ബാങ്കിന്റെ തലപ്പത്തേക്കും വരുന്ന സ്ഥിതിയുണ്ട്. പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കണം ഏരിയ സെക്രട്ടറിമാർ എന്നാണ് CPMന്റെ നിർദ്ദേശം. ഇപ്പോൾ ചില ഏരിയ സെക്രട്ടറിമാർ സർക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രധാന പദവികൾ വഹിക്കുന്നുണ്ട്. അവരെയും മാറ്റണം. അവരെ മാറ്റി ഫുൾ ടൈമർമാരെ തന്നെയാകണം ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ കൊണ്ടുവരേണ്ടതെന്നും CPM നിർദ്ദേശം നൽകുന്നു. അതായത് പാർട്ടി തെറ്റുതിരുത്തൽ രേഖ നടപ്പാക്കിയതിനു ശേഷമുള്ള അല്ലെങ്കിൽ നടപ്പാക്കുന്ന വേളയിലുള്ള സമ്മേളനങ്ങളാണ്. അവിടെ എല്ലാ തരത്തിലുള്ള തെറ്റുകളും തിരുത്തണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് CPM നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് കൂടിയാണ് പി ശശിക്കെതിരെയുള്ള ഈ ആരോപണം. പി ശശിക്കെതിരെയുള്ള അൻവറിന്റെ പരാതി പാർട്ടി സെക്രട്ടറിക്ക് വരുമ്പോൾ സ്വാഭാവികമായി
അത് പാർട്ടി ചർച്ച ചെയ്യുകയും അത് ചർച്ചയ്ക്ക് അപ്പുറത്തേക്കുള്ള തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന വിലയിരുത്തൽ പൊതുവിൽ ഉണ്ടാകുന്നത്. അജിത് കുമാറിനെതിരെ മാത്രമുള്ള ഒരു പരാതിയായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകി ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അതല്ല ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി ആഭ്യന്തര വകുപ്പിനെ പറ്റി, ആഭ്യന്തര വകുപ്പിലെ പ്രമുഖർക്കെതിരെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതി അത് പാർട്ടി സെക്രട്ടറിക്കും കൈമാറുകയാണ് PV അൻവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടെ ലക്ഷ്യം അൻവർ അജിത് കുമാർ ഒതുങ്ങില്ല. കൂടുതൽ വലിയ വിപുലമായ ലക്ഷ്യങ്ങൾ PV അൻവറിനുണ്ട് എന്ന് വ്യക്തമാണ്. അത് പാർട്ടി നേതൃത്വത്തിലെ പ്രധാനികളുടെ അറിവോടുകൂടിയാണ് അൻവറിന്റെ നീക്കങ്ങളെന്ന സംശയം, അത്തരം അഭ്യൂഹങ്ങൾ ബലപ്പെടുത്തുന്ന നീക്കമാണ് ഇന്ന് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. പാർട്ടി ഈ കത്ത് പരിശോധിക്കും, പരാതി പരിശോധിക്കും, അത് ചർച്ച ചെയ്യും. സമ്മേളന കാലയളവിൽ പ്രധാന ചർച്ചാ വിഷയമായി അൻവർ ഉയർത്തിവിട്ട ആരോപണ പരമ്പര മാറും. അവിടെ വലിയ ചില തലകൾ ഉരുളും എന്നതിന് തുടക്കമായി വേണം PV അൻവറിന്റെ നീക്കത്തെ കാണാൻ. ഒരു കാര്യം ഉറപ്പിക്കാം, CPM നേതൃത്വത്തിലെ ഉന്നതരുടെ കൂടി അറിവോടുകൂടിയാണ് ഇടതുപക്ഷ MLA CPMന്റെ നിയമസഭാ കക്ഷി ഉൾപ്പെട്ട MLA ഇത്തരമൊരു നീക്കം ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇത്തരത്തിൽ പാർട്ടി ദുർബലമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാവുകയും അതിൽ തിരുത്തലുകൾ വേണമെന്നുള്ള രീതിയിലുള്ള രേഖയും പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതും ഗുരുതരവും അല്ലേ? പ്രത്യേകിച്ച് സർക്കാരിന് മുന്നിലേക്ക് നേരത്തെ വന്ന പല പ്രശ്നങ്ങളും അത് യാദൃശ്ചികമല്ല എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ VS സുനിൽകുമാർ അടക്കമുള്ള നേതാക്കളൊക്കെ പ്രതികരിച്ചിരുന്നു. അതിലുള്ള റിപ്പോർട്ടൊക്കെ അടക്കം പുറത്തു വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഗൗരവമായി തന്നെ പാർട്ടി ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം അല്ലേ? തീർച്ചയായും അൻവറിന്റെ ചില പരാമർശങ്ങൾ, പാർട്ടിയിലെ പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ പോലീസിലെ പുഴുക്കുത്തുകൾ എന്ന് പറയുമ്പോൾ അത് പോലീസിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് CPM നേരത്തെ വിലയിരുത്തിയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശി ഒരു അധികാര കേന്ദ്രമായി മാറുന്നു, സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്ന വിമർശനങ്ങൾ നേരത്തെ ഈ തെറ്റിദ്ധ രേഖയുടെ ചർച്ചയിൽ പലതവണ ഉയർന്നു വന്നതാണ്. നമുക്കറിയാം, ആദ്യ പിണറായി സർക്കാരാകട്ടെ രണ്ടാം പിണറായി സർക്കാരാകട്ടെ ഏറ്റവും അധികം പഴികേട്ടത് അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽപ്പെട്ടത് ആഭ്യന്തര വകുപ്പാണ്, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണ്. അത് ഇപ്പോഴും തുടരുന്നു. അത് തിരുത്താതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് CPMന്റെ തെറ്റിദ്ധ രേഖയുടെ ചർച്ചയിലടക്കം വലിയ വിമർശനങ്ങൾ, തെറ്റിദ്ധ രേഖയ്ക്ക് ചർച്ചയ്ക്ക് ശേഷം അതിന്റെ ഭാഗമായി അത് ബ്രാഞ്ച് തലം വരെ അത്തരം ചർച്ചകൾ നടന്നതിന് ശേഷം CPMന്റെ ബഹുജന സംഘടനകളിലുള്ള വർഗ ബഹുജന സംഘടനകൾ DYFI, SFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ തുടങ്ങിയ ബഹുജന സംഘടനകളിലെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അംഗങ്ങളുടെ ഒരു യോഗം വരുമ്പോൾ അവരെ 1-to-1 കണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സെക്രട്ടറി അംഗങ്ങളും പങ്കെടുത്ത യോഗങ്ങൾ ചേർന്ന് വരികയാണ്. ഇപ്പോൾ അത് പൂർണ്ണമായും ഒന്നും വ്യക്തമല്ല. അത്തരം യോഗങ്ങൾ, അതായത് ഓരോ ആളുകളെയും പ്രത്യേകം കണ്ട് നിങ്ങൾക്ക് പാർട്ടിയുടെ പ്രവർത്തനത്തെപ്പറ്റി, സർക്കാരിന്റെ പ്രവർത്തനത്തെപ്പറ്റി നേതാക്കൾക്കെതിരെ സമ്മേളനങ്ങളിൽ എങ്ങനെ തുറന്നു പറയുമോ അതേ രീതിയിൽ പറയാനുള്ള അവസരമെന്ന ഒരു ആമുഖത്തോടുകൂടി പാർട്ടി സെക്രട്ടറിയും സെക്രട്ടറി അംഗങ്ങളും ഇത്തരത്തിലുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ്. അവിടെയും മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ഓഫീസിനെതിരെ, മുഖ്യമന്ത്രി ശൈലിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് നേതൃത്വം ലഭിച്ചത്. അതെല്ലാം ഫീഡ്ബാക്കായി നേതൃത്വം ശേഖരിക്കുകയാണ്. സമ്മേളനങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ തെറ്റിദ്ധ നടപ്പാക്കുമ്പോൾ ഒക്കെ അത്തരം കാര്യങ്ങൾ കൂടി നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അൻവർ നൽകിയ കത്ത് കൂടി ചേർത്ത് വായിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ വലിയ ശുദ്ധീകരണം വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ 1-2 മന്ത്രിമാരും മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രമുഖർ മാത്രം പറഞ്ഞാൽ കേൾക്കുന്നവരായി സംസ്ഥാന പോലീസ് പൂർണ്ണമായും മാറുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. അതും ഇപ്പോഴത്തെ ഈ ഒരു ആരോപണവുമായി ചേർത്ത് വായിക്കണം. അവിടെയാണ് ഒരു സമഗ്രമായ തിരുത്തലിന് CPM തയ്യാറെടുക്കുമ്പോൾ ഏതൊക്കെ തലകൾ ഉരുളും. P ശശി എന്ന ഒരു കാലത്ത് കണ്ണൂരിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്ന, പിന്നീട് പാർട്ടിക്ക് പുറത്തുപോയിട്ട് തിരിച്ചു വരുമ്പോഴും അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ അദ്ദേഹം സർക്കാർ വളരെ ശക്തനാണ്. മുഖ്യമന്ത്രി ഓഫീസിലെ നമ്പർ 1 എന്ന് പറയാവുന്ന പദവിയിലുള്ള ആളാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി സ്വാഭാവികമായി അങ്ങനെ ആകണം, കാരണം പാർട്ടി നിയമിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ പാർട്ടിക്കും അപ്പുറത്തേക്ക് അദ്ദേഹം ഒരു അധികാര കേന്ദ്രമായി മാറുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമായി വരുമ്പോൾ തലകൾ പലതും അതാണ് ആരും ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ആരും വളരില്ല, പാർട്ടിയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതെന്ന് എപ്പോഴും നേതാക്കൾ പറയുമ്പോഴും P ശശിയെ പോലെയുള്ള നേതാവിനെതിരെ മുന്നണിക്ക് അകത്ത് നിന്ന് തന്നെ ഇത്തരത്തിലൊരാൾ MLA പൊതുമധ്യത്തിലേക്ക് വലിയ ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ അത് വളരെയധികം ബാധിക്കില്ലേ? അതുകൊണ്ട് തന്നെ P ശശിക്കെതിരെയൊക്കെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ സമയത്ത്?
ഇപ്പോഴത്തെ CPM-ന്റെ പോക്കിൽ അത്തരം നടപടികൾ ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം EP ജയരാജൻ CPM-ലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായിരുന്നു, മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്നു. അത്തരമൊരു നേതാവിനെയാണ് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നിഷ്പ്രയാസം ഒരു പൂ പറിക്കുന്ന ഇറുക്കുന്ന ലാഘവത്തോടുകൂടി CPM മാറ്റിയത്. ഈ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി തീരുമാനമെടുത്തു എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ അത് എവിടെ ചർച്ച ചെയ്തു എന്നായിരുന്നു EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിൽ ചോദിച്ചത്. അദ്ദേഹത്തെ പോലെ മുതിർന്ന നേതാവായിട്ട് പോലും അത്തരമൊരു തീരുമാനം, പല സംശയങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തെ മാറ്റിയേക്കുമെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊടുന്നനെ പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ച ശേഷം അത്തരമൊരു തീരുമാനം EP ജയരാജൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ EP-യെ മാറ്റാമെങ്കിൽ പിണറായിക്കൊപ്പം കരുത്തനായ അത്രയധികം പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവിനെ ഇത്ര അനായാസം CPM-ന് മാറ്റാമെങ്കിൽ ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്ന P ശശിയെ പോലുള്ളവരെ മാറ്റിക്കൂടെ എന്ന ചോദ്യമാണ് പാർട്ടിയിൽ പൊതുവിൽ ഉയർന്നത്. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. P ശശി നിലവിൽ സംസ്ഥാന സമിതി അംഗമാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പ്രബലനാണ്. പക്ഷേ സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളന കാലയളവിൽ ശശി കൂടുതൽ പ്രബലനാകാം, ശക്തനാകാം എന്നൊരു സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം സ്വാഭാവികമായും EP ജയരാജന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന പ്രധാന പേരുകാരൻ കണ്ണൂരിൽ നിന്ന് P ശശിയാകാം. അങ്ങനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി P ശശി എത്തിയാൽ അത് അദ്ദേഹത്തെ കൂടുതൽ കരുത്തരാക്കും. അത് CPM-ലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. അവരാണ് ഈ നീക്കത്തിന് പിന്നിൽ. അതിൽ ആരെയൊക്കെ പിന്തുണയുണ്ട്, പാർട്ടി സെക്രട്ടറിയുടെ അറിവുണ്ടോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര കമ്മിറ്റി അങ്ങനെ അറിവുണ്ടോ എന്നൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, PV അൻവറിന്റേത് ഒറ്റയാൾ പോരാട്ടമല്ല, PV അൻവർ ഒറ്റയാൾ പട്ടാളമല്ല. അത് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള സഹായമോ പിന്തുണയോ മാത്രമല്ല അൻവറിനുള്ളത്, പാർട്ടിക്കകത്ത് കൃത്യമായ പിന്തുണയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പരാതിയുമായി P ശശിക്കെതിരെയുള്ള പരാതിയുമായി മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെ അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടറി ജയരാൻ VK P ശശി ഈ പരാതിയുമായി ഇങ്ങനെ പാർട്ടിക്ക് മുന്നിലും MV ഗോവിന്ദന് മുന്നിലും എത്തുന്നത്. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, P ശശിയെ താൻ ലക്ഷ്യമിട്ടാണ്. MR രാജീവ് കുമാർ എന്ന ADGP ഒരു ആയുധം മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു പ്രതീകം മാത്രമാണ്, ഒരു മാർഗം മാത്രമാണ്. ലക്ഷ്യം P ശശിയാണ്. ഒരുപക്ഷെ അതിലും മുകളിലേക്കാണ് ഈ നീക്കം നടത്തുന്ന ലക്ഷ്യമെന്ന് വ്യക്തമാണ്. ഇപ്പോൾ P ശശിക്ക് ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ നീക്കം പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇത്തരമൊരു പരാതി ലഭിച്ചതെന്ന് വ്യക്തമാണ്. അത് പാർട്ടി ചർച്ച ചെയ്യുകയും ചെയ്യും. ശരി, VV അരുണാണ് തിരുവനന്തപുരത്തു നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.